ചെറുകുന്നിലെ പള്ളിക്കര ADLP സ്കൂൾ 100ന്റെ നിറവിലാണ്. ശതാബ്ദി ആഘോഷങ്ങൾ ഫെബ്രുവരി 15-ന് തുടങ്ങുകയാണ്. വർഷങ്ങൾക്ക് മുൻപുള്ള പഴയ രജിസ്റ്റർ പോലും ഇന്നും ആദ്യ ദ്രാവിഡ എലിമെന്ററി സ്കൂളിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പേര് പോലെ തന്നെ വ്യത്യസ്തമായ ഒരുപാട് കാര്യങ്ങൾ സ്കൂളിന് പിന്നിലുണ്ട്. 100 വർഷം പഴക്കമുള്ള ചെറുകുന്ന് പള്ളിക്കര ADLP സ്കൂളിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഈ സ്കൂള് ശതാബ്ദി ആഘോഷത്തിൻ്റെ നിറവിലാണുള്ളത്. ഒരുപാട് തലമുറകൾക്ക് അക്ഷര വെളിച്ചം പകർന്ന ഈ സ്കൂള് ഒരു നാടിൻ്റെ ചരിത്രത്തിനൊപ്പം സഞ്ചരിച്ചതുകൂടിയാണ്. എന്തായാലും ആ സ്കൂളിൻ്റെ കൂടുതൽ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് അറിയുന്നത്. 1925 ഫെബ്രുവരി 28-ന് മദ്രാസ് സർക്കാർ അംഗീകരിച്ച സ്കൂളാണിത്. 1945-ൽ ഇറ്റാലിയൻ മിഷണറിയായിരുന്ന ഫാദർ SJ പീറ്റർ കെയറോണിയാണ് പ്രദേശത്തുള്ളവരുടെ വിദ്യാഭ്യാസത്തിനായി പ്രവർത്തിച്ചത്. 54-ൽ ഫാദർ SJ ജോസഫ് ടഫറൽ പുതിയ കെട്ടിടം നിർമ്മിച്ചു. 84-ൽ സർക്കാർ ഉച്ചഭക്ഷണ പദ്ധതി നടപ്പിലാക്കുന്നതിന് മുൻപ് പ്രദേശത്തുള്ളവർക്ക് ഭക്ഷണ പദ്ധതി നടപ്പിലാക്കിയ വിദ്യാലയം കൂടിയാണിത്. ഇന്നും പഴയ അഡ്മിഷൻ രജിസ്റ്റർ ഉൾപ്പെടെ സ്കൂളിൽ സൂക്ഷിച്ചിട്ടുണ്ട്. നിലവിൽ 100ഓളം വിദ്യാർത്ഥികളാണ് സ്കൂളിൽ പഠിക്കുന്നതെന്ന് ഹെഡ് മിസ്ട്രസ് രേഖ JC പറയുന്നു. ഈ ഒരു ശതാബ്ദി ആഘോഷവേളയിൽ ഞാൻ ഈ സ്കൂളിൻ്റെ ഹെഡ് മിസ്ട്രസ് ആയിരിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു അഭിമാനകരമായ നിമിഷമാണ്. വളരെ അപൂർവമായി ലഭിക്കുന്ന ഒരു പദവിയാണെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഞങ്ങൾ ആ ഒരു ശതാബ്ദിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവിധ ഒരുക്കങ്ങളും ഞങ്ങളുടെ ഈ സ്കൂളിൽ ഞങ്ങളുടെ കമ്മിറ്റിക്കാർ എല്ലാവരും ചേർന്നിട്ട് വളരെ നല്ല പ്രോഗ്രാമുകളാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ഫെബ്രുവരി 15-ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP നിർവഹിക്കും. ഈ ആഘോഷ രാവിലെ തന്നെ നമ്മളെ പറയുന്നത് ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഒരു ഈറ്റില്ലമാണ് നമ്മുടെ ഈ സ്കൂൾ. കാരണം കഴിഞ്ഞ പ്രളയകാലത്ത് വരെ എല്ലാ ജാതിക്കാരെയും നമ്മൾക്ക് അഭയം തേടിയ ഒരു ദുരിതാശ്വാസ കേന്ദ്രമായിരുന്നു ഈ പള്ളിക്കര ADLP സ്കൂൾ. അപ്പോൾ ഈ സ്കൂളിൻ്റെ 100ാം വാർഷികം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചെറുകുന്നിൻ്റെ ഒരു ഉത്സവമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. വൃക്ഷത്തൈ നടയിൽ ശതാബ്ദി സ്തൂപം, സ്കൂൾ കെട്ടിട നിർമ്മാണം, പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം തുടങ്ങി വിവിധ പരിപാടികളാണ് ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി സ്കൂളിൽ സംഘടിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.